ദാലിക അദിന അൻ യുറഫിന ഫലാ യുദൈൻ, ശല്യം ചെയ്യപ്പെടാതിരിക്കാൻ. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരം മറ്റുള്ളവർ കാണാത്ത നിലയ്ക്ക് മറക്കണം, മുഖം കൂടി മറക്കണമെന്ന് പറയാൻ കാരണം അവർ പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ് കിട്ടാൻ വേണ്ടിയാണ്. പതിവ്രതയുള്ളവളാണെന്ന് വ്യക്തമായി തിരിച്ചറിവ് കിട്ടാനാണ് അല്ലേ? അപ്പം മുഖം കൂടി മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു, അവൾ ആരായിരിക്കും? പതിവ്രതയുള്ളവളായിരിക്കും, സൂക്ഷ്മതയുള്ളവളായിരിക്കും. ജീവിതത്തിൽ തൻ്റെ ജനനേന്ദ്രിയങ്ങളെ മറ്റുള്ളവർക്ക് കാണിക്കുകയോ മറ്റുള്ളവർക്ക് ദർശിപ്പിക്കുന്ന തരത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ കാഴ്ചവെക്കാത്തവരായി സ്വന്തം ഭർത്താവിൻ്റെ മുന്നിൽ മാത്രം. സ്ത്രീകൾക്ക് അവരുടെ ശരീരം മുഴുവനും കാണിക്കാൻ പറ്റും. ആരുടെ മുന്നിൽ? ഒറ്റവാക്കി പറയാലോ, ആരുടെ മുന്നിൽ? ഭർത്താവിന്റെ മുന്നിൽ. പരിശുദ്ധ ഖുർആൻ അതും പറഞ്ഞു, യുബദീന സീനതഹുന്ന ഇല്ലാ ലിബൂലതിന്ന. ഓ പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, ഭാര്യമാരെ, ഓ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, നിങ്ങളുടേതാകുന്ന നഗ്നത നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിലല്ലാതെ വെളിവാക്കരുതേ. എത്രയെത്ര പ്രിയപ്പെട്ട പെൺകൊടികളാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് പൊരുവയിലത്ത് കാട്ടുറവിയുടെ ചാട്ടവാറടി കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും അറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സമ്പാദിക്കുന്നതായ സമ്പാദ്യം മുഴുവനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മക്കൾക്ക് അന്നം തേടിക്കൊണ്ട് പുറപ്പെട്ടതായ പ്രിയപ്പെട്ട ഭർത്താവ് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും ഗവൺമെന്റിന് കൊടുക്കുന്നു. അതാ ഡ്രാഫ്റ്റ് മുഖേന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ഭാര്യ അത് കൈപ്പറ്റാൻ വേണ്ടി കൊട്ടാരക്കരയിലേക്ക്, കൊല്ലത്തേക്കോ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അയച്ച ലക്ഷങ്ങൾ കൈപ്പറ്റുന്നതായ പ്രിയപ്പെട്ട പെണ്ണ് ഭർത്താവ് അറിയാതെ തന്നെ കാമുകന്റെ കൂടെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് ചെവി കടിച്ച് തിന്നുന്നത് പോലെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങി നടക്കുന്നില്ലയോ? ആ ഭർത്താവിനെ വഞ്ചിക്കുന്നില്ലയോ? ആ ഭർത്താവ് നൽകിയ സമ്പത്തിൽ നിന്ന് റെസ്റ്റോറന്റിൽ പോയി അന്യപുരുഷന്മാരുമായി ഭുജിക്കുന്നില്ലയോ? ശരീരം നശിപ്പിക്കുന്നില്ലയോ? കാമുകനോടൊപ്പം കറങ്ങി നടക്കുന്നില്ലയോ? ഇത് അള്ളാന്റെ ദീൻ അംഗീകരിച്ചിട്ടുള്ളതല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാ, സ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ അങ്ങോട്ടും കാണാൻ പാടില്ലത്രേ. അള്ളാന്റെ റസൂൽ അവരുടെ ശരീരം എത്രത്തോളം സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ മുന്നിലല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ സ്ത്രീകൾ ശരീരം കാണിക്കരുതേ. ധർമ്മബോധമുള്ള മതബോധമുള്ളതായ സ്ത്രീകളുടെ മുന്നിലല്ലാതെ സ്ത്രീകൾ നഗ്നത തുറന്ന് കാട്ടരുതേ. നല്ലൊരു ഡോക്ടറാണ്, ലേഡി ഡോക്ടർ, ആള് ഉഷാറാണ്, കുഴപ്പമില്ലാന്ന് കണ്ട ആവശ്യാനുസരണം കാണിക്കാം ശരീരത്തിന്റെ ഭാഗങ്ങൾ സ്ത്രീകൾക്ക്. ഇതുപോലെ തന്നെ പുരുഷന്മാർക്കും നല്ലൊരു ഡോക്ടറാണ്, അദ്ദേഹം ഉഷാറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഔറത്ത് മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗങ്ങൾ, അവിടെയുള്ള അസുഖങ്ങളാണെങ്കിൽ കാണിക്കാൻ പറ്റുന്നതാണ്. അല്ല അയാൾ മോശപ്പെട്ടതാന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? പറ്റൂല, അപ്പോഴും പറ്റൂല. ഔ നിസാഇഹിന്ന, വിശുദ്ധ ഖുർആൻ പറയുന്നു, ഗർഭബോധമുള്ള സ്ത്രീകളുടെ മുന്നിലല്ലാതെ സ്ത്രീകൾ അവരുടെ നഗ്നത തുറന്നിടാൻ പാടില്ല, കാണിക്കാൻ പാടില്ല. പുതിയാപ്പിള ഒരുക്കാൻ, പുതിയ പെണ്ണിനെ ഒരുക്കാൻ പോകുന്നുണ്ട്, അകത്തിടുന്ന ഇന്നർ വെയർ മുതൽ ഇട്ടെങ്കിലേ ചിലവന്മാർ ഒരുങ്ങോളൂ. കുളിച്ചിട്ട് ഇങ്ങനെ കോഴിയെ തുണി പിടിച്ചിരിക്കുന്ന പോലെ റൂമിൽ വന്ന് നിൽക്കുക. എന്തിനാ? ഞാൻ പുതിയാപ്പിളെ എന്നെ പൗഡർ ഇട്ട് ഒരുക്കണോ? ജട്ടി പോലും ഇല്ലാതെ ഹയവാ നിൽക്കാൻ. താഴത്ത് മുതൽ ഇട്ട് കൊടുക്കണം. ഇപ്പോഴത്തെ ട്രെൻഡാണ്, പുതിയ ട്രെൻഡ് വന്നിരിക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുട്ടുപൊക്കലിനിടയിൽ ഔറത്താണെന്ന് അള്ളാന്റെ റസൂൽ പറയുമ്പോ മാന്യമായവന് വസ്ത്രം ധരിക്കാൻ സ്വന്തമായിട്ട് അറിയാവുന്നവന് മറ്റുള്ളവരെ കാത്തു നിൽക്കുകയാണ്. ഒരു ജട്ടി മാത്രം ഇട്ടുണ്ടെങ്കിൽ നിൽക്കുക, പോരടാ പാൻസ് അവിടെ എന്ന് വെച്ചോണ്ട് നിൽക്കുക. ഇപ്പൊ സ്ത്രീകളും ആ ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിയിരിക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കും. ഉസ്താദെ, കൂട്ടുകാരികളല്ലേ? കൂട്ടുകാരികളാണെങ്കിൽ പോലും കാണിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ആരാ പറഞ്ഞത്? മതം പറയണ്ടേ? നീ ഏത് മതത്തിന് അനുയായിയാ? ഇസ്ലാം മതമാണോ? ഞാൻ ഇസ്ലാം മതം പറയും, വിശുദ്ധ ഖുർആൻ പറയും, അള്ളാന്റെ റസൂൽ പറയും. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, നിസാരമല്ല. കാരണം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ട് അത് പിന്നീട് ഫിത്ന പറഞ്ഞു നടക്കും. അതുകൊണ്ട് പിന്നീട് അത് ദൂഷ്യഫലമായി മാറും. ഇതൊക്കെ കാണിക്കുമ്പോൾ ചിന്തിക്കത്തില്ല പല ആളുകൾ. ഇതൊക്കെ ഒരു രസമായിട്ട്, ഇതൊക്കെ ഒരു ജീവിതമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണുന്നതാണ്, ഒന്നും കുഴപ്പമൊന്നും ഇല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്.
പുരുഷന്മാര് പുരുഷന്റെയും സ്ത്രീകൾ സ്ത്രീയുടെയും കാണാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖയുടെ ഗുഹ്യസ്ഥാനം കണ്ടിട്ടില്ലല്ലോ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, അള്ളാന്റെ റസൂലിന്റെ ഗുഹ്യസ്ഥാനം ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചിന്തിക്കും നിങ്ങൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോലും ഗുഹ്യസ്ഥാനം നോക്കാതെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾക്ക് സാധ്യമാവുമോ? വളരെയേറെ പഠിക്കേണ്ട വിഷയങ്ങളാണ്, വളരെയേറെ പഠിക്കേണ്ട വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നഗ്നത വളരെയേറെ സൂക്ഷിക്കണം. സ്വന്തം തന്നെ മനുഷ്യൻ അവന്റെ ജനനേന്ദ്രിയം നോക്കിക്കൊണ്ടിരിക്കൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുമെന്ന് വരെ ഇമാമികള് രേഖപ്പെടുത്തുന്നു. സ്ഥിരമായി നോക്കിക്കൊണ്ടിരുന്നാൽ കണ്ണിന്റെ കാഴ്ച വിരിമന്റെ അടിച്ചു പോകും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ മൂത്രമൊഴിക്കാൻ പോയാൽ പിന്നെ എണീക്കുന്നതിന് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ഒന്ന് നോക്കിയെന്നെടുത്തതല്ല. ഇത് നിസ്സാരമല്ല ഞാൻ ഈ പറയുന്നത്. ഇതൊക്കെ കൊച്ചുകുട്ടികളെ ശ്രദ്ധിക്കൂല, അവസാനം പിന്നെ കണ്ണാടി ഇട്ടുകൊണ്ട് നടക്കുന്ന. ഇപ്പൊ കണ്ണാടികൾ കൂടി അല്ലേ? അള്ളാഹു കണ്ണിന്റെ കാഴ്ച അള്ളാഹു നിലനിർത്തി തരട്ടെ. നിസാരമല്ല ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഔ നിസാഇഹിന്ന, സ്ത്രീകൾ, ഗർഭബോധമുള്ള സ്ത്രീകൾ അവരുടെ മുന്നിലല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നഗ്നത തുറന്നിടാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു കത്തെഴുതി ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു അംറിലേക്ക്. ആ കത്ത് ഷാമിലെ ഗവർണറാകുന്ന അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിലേക്ക് എഴുതിയ കത്താണ്. അബൂ ഉബൈദയാണ് ഷാമിലെ ഗവർണർ. ഷാമടക്കമുള്ള രാജ്യങ്ങളെ ഭരിച്ചിരുന്നതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കത്തിൽ ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്, അതിലെഴുതിയിരിക്കുന്നത്, ഈ കത്ത് കിട്ടിയാലുടനെ ഷാമിൽ വിളംബരം ചെയ്യണേ. അല്ലാ കത്ത് തുറന്ന് വായിച്ചതായ അബൂ ഉബൈദ പൊട്ടിപ്പോയി. അബൂ ഉബൈദ ഒരു കുതിരപ്പുറത്ത് കയറി വലിയതാകുന്ന ഒരു മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് അനൗൺസ്മെന്റ് ചെയ്യുകയാണ്, ജനങ്ങളെ, വിശ്വാസികളെ, ശ്രദ്ധിക്കണേ, അമീറുൽ മുഅ്മിനീനായ കിസ്റയുടെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ പറപ്പിച്ചിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വാക്യമാ. മുസ്ലിം സമുദായത്തിൽപ്പെട്ടതായ പെൺകുട്ടികള് അന്യമതത്തിൽപ്പെട്ടതായ പെൺകുട്ടികളോടൊപ്പം, മോശപ്പെട്ടതായ പെൺകുട്ടികളോടൊപ്പം, വ്യഭിചാരികളായ പെൺകുട്ടികളോടൊപ്പം, മോശപ്പെട്ട സ്വഭാവമുള്ള പെൺകുട്ടികളോടൊപ്പം കുളിക്കാൻ വേണ്ടി കുളിക്കടവിലേക്ക് പോകുന്നുണ്ടേ. അത് പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. നാട്ടിലുള്ള ജനങ്ങൾ അത് കേട്ടത് മുതൽ അന്ന് മുതൽ നിർത്തിപ്പോയത്രേ. എന്റെ കോട്ടറക്കോണത്തുള്ള പെണ്ണുങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമ്മുടെ വീടിന്റെ കത്തളങ്ങളിൽ കുളിക്കുന്ന സമയത്ത് പോലും മൊബൈൽ ഫോണുകളിലുള്ള വെബ് ക്യാമറ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട്, അത് കുളിക്കുന്ന സ്ഥലത്ത് പോലും കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് കുരുത്തം കെട്ടതായ ചില കുട്ടികൾ കൊണിക്കുന്ന കുസൃതികൾ കാരണം മോശമാകുന്ന സിറ്റുവേഷനിലേക്ക് ആധുനിക ജീവിത ചുറ്റുപാടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ വാക്യം പ്രസക്തമാ. ശ്രദ്ധിക്കണേ, ശരീരം മുഴുവനും മൂടി പൊതിക്കണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ധർമ്മബോധമുള്ള പെണ്ണിന്റെ മുന്നിലല്ലാതെ ശരീരം തുറന്നിടരുതേ. ഭർത്താവിന്റെ മുന്നിലല്ലാതെ എല്ലാ അവയവങ്ങളും കാണിക്കുകയും അരുതേ. ഇന്ന് കാലഘട്ടം കണ്ട ഏറ്റവും നല്ല മുസീബത്താണ് 40 കുളി എന്നുള്ള ദുരാചാരത്തിന്റെ പേരില് പാവപ്പെട്ടതായ പെണ്ണ്, പ്രസവം കഴിഞ്ഞതായ പെണ്ണ്, ആ പ്രസവ രക്തം നിന്ന് അന്ന് മുതൽ, ഏത് സമയത്ത് നിന്നോ, ഏത് വക്കത്ത് നിന്നോ, ആ വക്കത്ത് മുതൽ നമസ്കരിക്കണമെന്ന് ഇമാമിങ്ങൾ പറയുമ്പോ പ്രസവ രക്തം നിലച്ചിട്ട് പോലും ഏതോ ഒരു വയറ്റാട്ടി തള്ള പറഞ്ഞതിന്റെ പേരില് 70 വയസ്സെത്തിയതായ കിളവി പറഞ്ഞതാണ് ദീനോ നിങ്ങൾക്ക്. ആ പ്രിയപ്പെട്ടതായ പെണ്ണതാ നമസ്കരിക്കാതെ നിലകൊള്ളുകയാണ്. 40 ദിവസം കഴിഞ്ഞിട്ടാണ്, 40 കുളി എന്നുള്ളതായ സമ്പ്രദായം കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് നമസ്കരിക്കാൻ തുടങ്ങുന്നത് തന്നെ. ഇത് തീർത്തും തെറ്റായ പ്രവണതയാ, പറയാതിരിക്കാൻ നിർവാഹമില്ല. 40 കുളിയുടെ പേരിൽ നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തിയിട്ട് 2 ചെമ്പ് ബിരിയാണി വെച്ച് കൊടുത്തിട്ട് നാട്ടുകാർക്ക് മുഴുവനും പുജിപ്പിക്കുന്നവരെ, തീറ്റിക്കുന്നവരെ, ഇതേത് മതത്തിന്റെ വക്താക്കളാണ്? ഇതേത് മതത്തിന്റെ അനുയായികളാ? അള്ളാന്റെ റസൂൽ ഇത്തരത്തിലുള്ള ദീന് നമ്മൾക്ക് പരിചയപ്പെടുത്തിയിട്ടേ ഇല്ല. അനുനായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കിക്കൊണ്ടുവന്ന്
നിന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിക്കാത്ത ചര്യയാണ്. അതുപോലെ തന്നെ അന്യരായ ഒരു പെണ്ണ്, വയറ്റാട്ടിയായ പെണ്ണ്, മുസ്ലിം മതത്തിലുള്ളതാകട്ടെ അല്ലാതാകട്ടെ, ആ പെണ്ണിന്റെ കയ്യിൽ മഞ്ഞൾ കൊടുത്തിട്ട് ശരീരത്തിൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത നിലയ്ക്ക് ശരീരം മുഴുവനും നൂലിഴ പോലും വസ്ത്രമില്ലാതെ ആ പെണ്ണിന്റെ മുന്നിൽ ഒരു നാണവുമില്ലാതെ 40 കുളിക്കാൻ വേണ്ടി ഇരുന്നു കൊടുക്കുന്നതായ ഉമ്മമാരെ, ഹറാമല്ലയോ ചെയ്യുന്നത്? അന്യരായ ഒരു പെണ്ണ് നിന്റെ ശരീരങ്ങൾ കാണുകയല്ലോ. ഗുഹ്യസ്ഥാനം മാത്രമല്ല ഉറത്ത്, ഗുഹ്യസ്ഥാനം മാത്രമല്ല നഗ്നത, നിന്റെ മാറു നഗ്നതയാണ്, നിന്റെ ശരീരം നഗ്നതയാണ്, നിന്റെ തൊടഭാഗം നഗ്നതയാണ്, നിന്റെ കാലിന്റെ അടിഭാഗം നഗ്നതയാ, നിന്റെ നഖം പോലും നഗ്നതയാ, നിന്റെ മുടി വരെ നഗ്നതയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അന്യ പെണ്ണിന്റെ മുന്നിൽ ശരീരത്തിലെ വസ്ത്രമണിച്ചിട്ടുകൊണ്ട് ശരീരത്തിലേക്ക് മഞ്ഞൾ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കോട്ടറക്കോടത്തുള്ള ഉമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് നാശമാണ്. അള്ളാന്റെ ദീൻ പറയാത്തതായ രീതിക്കാണ് നിങ്ങളുടെ പോക്ക്. അതുപോലെ തന്നെ പുതിയ സമ്പ്രദായം തുടങ്ങിയില്ലയോ? 9 വയസ്സെത്തുന്ന 10 വയസ്സെത്തുന്നതായ പാവപ്പെട്ട പെൺകുട്ടികളുടെ പ്രായം ലോകം മുഴുവനും പാട്ടുപാടി ഫോൺ വിളിച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന മോശപ്പെട്ട സമ്പ്രദായം മുസ്ലിം കുടുംബത്തിലേക്ക് കടന്നു വന്നില്ലയോ? എത്രയെത്ര നാടുകൾ അങ്ങനെയുണ്ട്. പാവപ്പെട്ടതായ പെൺകുട്ടിയുടേതാകുന്ന മാനം നഷ്ടപ്പെടുത്തുകയല്ലയോ? ആര് പറഞ്ഞാ നീ മുസ്ലിമാണെന്ന്? മുസ്ലിം നാമധാരികളെ, ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. സങ്കടം കൊണ്ട് പറയുകയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്. എത്രയെത്ര കുടുംബങ്ങളാണ് മോശത്തരത്തിലേക്ക് പോകുന്നത്? എത്രയെത്ര മാതാപിതാക്കളാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളുടെ രഹസ്യമായി വെക്കേണ്ടതായ പ്രായപൂർത്തി പോലും നാട്ടുകാരെ, കുടുംബക്കാരെ മുഴുവനും ഫോൺ വിളിച്ചിട്ട് 1/2 ഗ്രാം സ്വർണം കിട്ടാൻ, 1 പവന്റെ മാല കിട്ടാൻ വേണ്ടി 1 ചെമ്പ് ബിരിയാണി ഉണ്ടാക്കി കാക്കയെ കൊയ്യൊട്ടി ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്നത് പോലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചിട്ട് വിരുന്നൂട്ടുന്നവരെ, ഹറാമിന്റെ ഭക്ഷണം കൊടുക്കുന്നവരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ഗൗരവമുള്ള കാര്യമാ പറയുന്നത്. നിന്റെ പ്രിയപ്പെട്ട പെണ്ണ് അവളുടെ നഗ്നത വിളിച്ചറിയിക്കുകയല്ലയോ? അവളുടെ പ്രായപൂർത്തി അന്യരായ ചെറുപ്പക്കാര് ശ്രദ്ധിക്കാൻ നിമിത്തമായില്ലയോ? ധർമ്മബോധമുള്ള സ്ത്രീകളുടെ മുന്നിലല്ലാതെ നിങ്ങളുടെ നഗ്നത തുറന്ന് കാട്ടരുതേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. അയൽവക്കത്തുള്ള ചെറുപ്പക്കാരൻ മനസ്സിലാക്കിയിരുന്ന ആ പെണ്ണ് പ്രായപൂർത്തിയൊന്നും എത്തിയിട്ടില്ല, അവളെ ഒന്നും ഇപ്പൊ ലൈൻ അടിക്കണ്ടെന്നാ കരുതിയിരുന്നു. അപ്പോൾ ഉണ്ടതാ അപ്പായും ഉമ്മയും വിളിച്ചേക്ക്, എന്താ ഇന്ന് അവിടെ ഫുഡ് എന്താ? അതേടാ സുബൈദ ഇന്ന് എന്താ ഇന്ന് പ്രായപൂർത്തി എത്തിയ. അപ്പൊ ഇവന് ലൈൻ അടിക്കാൻ ത്വരയായി. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നേ. ആ പെണ്ണ് അതിനൊന്നും ഏജൊന്നും എത്തിയിട്ടില്ല എന്ന് കരുതി ഇവൻ വിട്ടിരുന്നതാണ്. ഈ ഉമ്മായും പാപ്പായും തന്നെ വിരുന്നിന് പോയി വിളിച്ചു, മോനെടാ പറഞ്ഞേടാ നമ്മുടെ കുട്ടിയുടെ പ്രായപൂർത്തി എത്തിയടാ. എന്നാ ഓക്കെ, പ്രായപൂർത്തി എത്തി. അടുത്ത പ്രാവശ്യം ബിരിയാണിക്ക് വേണ്ടി വിളിച്ചപ്പോ ഇവൻ ആ പെണ്ണുമായിട്ട് പോവുകയും ചെയ്തു. അസ്സലാമലൈക്കും. നമ്മുടെ കാലം. ആരാ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചു? ഇവിടെ അങ്ങനെ ഉണ്ടോ? ഉണ്ടോ? ആരും തലയാട്ടുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു, ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞു, അവിടെ പറയാൻ പറ്റൂലല്ലോ, തല്ലുകൊള്ളൂല്ലോ അല്ലെ? അതുകൊണ്ട് ഇവിടെ ഒന്ന് പറയുന്നു. അള്ളാഹു മാറ്റി തരട്ടെ, ആമീൻ. അത് ചില ഉമ്മമാര് കൊണ്ടുവന്ന ആചാരങ്ങളാ, അനാവശ്യമായ ചില ആചാരങ്ങൾ. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുള്ളൂ. നമ്മൾ അള്ളാന്റെ ദീനനുസരിച്ച് ജീവിച്ച് പൈസ പറിച്ചവും തരും. ഈ സമ്പത്ത് ഈ കാണുന്ന എല്ലാവർക്കും കൊടുത്ത് എം എ യൂസുഫ് അലിക്കും അനിൽ അംബാനിക്കും മുകേഷ് അംബാനിക്കും കൊടുത്താരാ? അള്ളാഹു താല തന്നെയാണ്. അള്ളാഹു താല തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി. ഖാറൂൻ ഖുർആൻ പറയുന്നുണ്ട്, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. ഈ കലവറ, നിധിയുടെ കലവറ, അതിന്റെ താക്കോൽ കൂട്ടം 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. ഒരു ഒട്ടകം 2 പാണ്ടിലോറിയുടെ ലോഡ് വഹിക്കും. 72 ഒട്ടകങ്ങൾ വഹിക്കുന്നതായ നിധികുംഭാരങ്ങളല്ല, നിധികുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം. അപ്പൊ എന്തും മാത്രം പണമാണ്. അല്ല, ഇത് പൈസ പൂട്ടിട്ടേക്കല്ലേ? സ്വർണ്ണക്കട്ടിയാണ്, അതിന്റെയാണ് നിധികുംഭാരം. രത്നങ്ങളും പവിഴങ്ങളും അതിൻ്റെതായുന്ന താക്കോൽ കൂട്ടമാണ്. അപ്പൊ ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി ഖാറൂൻ. ആരെ പൈസ കൊടുത്തത്? ആരാണ്? മുബറാപ്പ അല്ല, അള്ളാഹു തആല.
അള്ളാഹു താലയോട് ചോദിച്ചെല്ലാം കിട്ടും. നമ്മൾ പിന്നെ എന്തിനീ ആവശ്യമില്ലാത്ത പണിക്ക് കിടക്കുന്നു? ഹറാമായ പ്രവർത്തനം, ഹറാമായ ഭക്ഷണം, ഇതൊക്കെ ആർക്ക് വേണം? ഇതൊക്കെ മാറ്റിയെടുക്കുന്ന അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെ വസ്ത്രം, നമ്മളുടെ ശരീരം, നമ്മളുടേതാകുന്ന മനസ്സ് എല്ലാം ശുദ്ധീകരിക്കണം, എല്ലാം ശുദ്ധീകരിക്കണം. പ്രത്യേകിച്ച് മനുഷ്യന്റെ ശരീരത്തിന്റെ വസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കട്ടെ. നഗ്നത മറ്റുള്ളവരെ കാണിക്കാതിരിക്കട്ടെ. പല ചെറുപ്പക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുപ്പക്കാരികളുമായിട്ട് നഗ്നത സെൽഫി എടുത്തിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുക, ഒരു ഹോബിയാക്കി. അതൊക്കെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. വളരെ മോശമാണ്. ഇന്ന് സെൽഫി ആണല്ലോ ഏറ്റവും കൂടുതൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വന്തം ശരീരത്തിലേക്ക് ചെറുത്തു വെച്ചുകൊണ്ട് ക്യാമറ റാഹത്താക്കി അടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അതിങ്ങനെ അയച്ചു കൊടുക്കുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പൊ എത്രത്തോളം ശ്രദ്ധിക്കണം. ചില സ്ത്രീകളുടെ ഒരു ധാരണ, ഞാൻ നിർത്തുകയാണ്, 9:30 നിർത്തണമെന്നാ പറയുന്നത്. ബക്കത്തൂര് വേഗം നിർത്തിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ അവരൊക്കെ പോകും, പിന്നെ നമ്മൾ മാത്രം ബക്കത്തൂര് വേഗം കൊടുത്തിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ത്യ ബക്കത്തൂരിന് ആളുകളില്ലേ? പള്ളിയുടെ പരിപാലക സമിതി ഇതാണോ പള്ളിയുടെ പ്രസിഡന്റ്? വേഗമായിട്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഖൈറാകട്ടെ. എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കൊടുക്കും. നമുക്ക് ആകെ ഒരു പിരിവുള്ളത് എന്തിനു വേണ്ടിയാ? വേറെ കാര്യമൊന്നും പ്രത്യേകിച്ച് നീയത്തില്ല. നമ്മുടെ ഈ ലൈറ്റ് അറേഞ്ച്മെന്റും ഈ റാഹത്തായ രീതിയിൽ പള്ളി നല്ല രീതിയിൽ എനിക്ക് റാഹത്താക്കിയൊക്കെ കൊണ്ടിച്ചു. നിങ്ങൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സദസ്സ് ഒരുക്കി. അപ്പൊ നിങ്ങൾ തന്നെ സഹായിക്കുക. കാരണം ദീൻ പഠിപ്പിക്കാനായിട്ട് ഇത്രയും ദൂരത്തുനിന്ന് പല ഉസ്താദന്മാർ ഇവിടെ വരുന്നു. 150 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ പല സ്ഥലത്തുള്ള ഉസ്താദന്മാർ ഇങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ ചെലവുകളുണ്ടല്ലോ ധാരാളം. പള്ളിയുടെ ഈ നടത്തിപ്പിന് വേണ്ടി മാത്രമുള്ള ചെലവാണ് മെയിനായിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാര്യമായി സഹകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കൊടുക്കുന്ന സ്വതക്കകളെല്ലാം തന്നെ അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അമലായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്കുക ഇൻഷാ അല്ലാഹ്. എന്താ ഇങ്ങോട്ടോ അവനെ വേഗം കൊണ്ടോ. എല്ലാവരും കൊടുക്കും ഇൻഷാ അല്ലാഹ്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വസ്ത്രധാരണം. ചില സ്ത്രീകളുടെ ഒരു ധാരണയുണ്ട്, പുരുഷന്മാരിലേക്ക് ഞങ്ങൾക്ക് നോക്കാം, പുരുഷന്മാര് ഞങ്ങളെയാണ് നോക്കാൻ പറ്റാത്തത്. ഇല്ലേ? അങ്ങനെ ഒരു ധാരണ ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ല? നിങ്ങൾ ആ ബക്കറ്റുരുവിനുള്ള പൈസ എടുത്ത് കൈവെക്കും, ഇവിടെ ശ്രദ്ധ വരും. എന്നിട്ട് അതെടുത്ത് അങ്ങോട്ട് വരുമ്പോൾ തന്നെ കൊടുക്കും. സ്ത്രീകൾക്ക് പുരുഷന്മാരിലേക്ക് നോക്കാൻ പറ്റും, പുരുഷന്മാർക്ക് സ്ത്രീകളിലേക്ക്, അന്യരാകുന്ന സ്ത്രീകളിലേക്ക് നോക്കാനാണ് പറ്റാത്തത് എന്നാണ് ചില സ്ത്രീകളുടെ ഭാഷ്യം. അവരുടെ ധാരണ ഏതാണ്? അത് കേവലം തെറ്റിദ്ധാരണ തന്നെയാണ്. അത് തെറ്റിദ്ധാരണ തന്നെയാണ്. സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിൽ, അന്യപുരുഷന്മാരെ കാണിക്കുന്ന രീതിയിൽ വന്ന് നിൽക്കാൻ പാടില്ല. അവരുമായി സംവേദന നടത്താനും പാടില്ല, അങ്ങോട്ട് കാണാനും പാടില്ല. ഇത് പരിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? പുരുഷന്മാർ, അന്യപുരുഷന്മാരെ സ്ത്രീകളെ നോക്കാൻ പാടില്ലാത്തതുപോലെ സ്ത്രീകൾക്കും ആരെ നോക്കാൻ പാടില്ല? അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല. നമ്മളെ പല ഉമ്മമാരും മീൻ വാങ്ങാൻ പോകുന്ന ആരാ? കമ്പോളത്തിൽ പോകുന്ന ആരാണ്? മക്കളെ സ്കൂളിലോട്ട് കയറ്റിവിടാൻ ബസ് ഡ്രൈവറായിട്ട് കിന്നാരം പറയാൻ പോകുന്ന ആരാ? പാൽക്കാരന്റെ അടുത്ത് പോയി വർത്താനം പറയാൻ പോകുന്ന ആരാ? ആരാണ് പോകുന്നത്? പറ. വീട്ടിലുള്ള സ്ത്രീകൾ തന്നെ. അങ്ങനെ അഴിച്ചുവിടാൻ പറ്റുമോ? എന്റെ പൊന്നു ഉസ്താദ്, ഉപേഴിഞ്ഞ് ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? നീ ഹയവാനാണ്, നീ എന്തിനാ ഉറങ്ങുന്നത്? ഉപേഴിഞ്ഞ് ഭർത്താവിന്റെ കുറെ ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി നിർവഹിക്കാതെ ഭർത്താവ് വരുന്ന ഉറങ്ങാൻ ആര് പറഞ്ഞു? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറയുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. നബിയേ, അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ടതായ സമുദായത്തിലെ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കണേ,
യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ ഹറാം കാണുന്നതിനെ തൊട്ട് ചിമ്മട്ടെ. ഹറാം കാണുന്നത് കണ്ണുകളെ ചിമ്മി അടയ്ക്കട്ടെ. ഹറാമായ വസ്തുക്കൾ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ ചിമ്മി അടയ്ക്കട്ടെ. അവളുടെ ജനനേന്ദ്രിയങ്ങളെ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ. ഹറാമായ രീതിയിൽ കണ്ണുകൾ കൊണ്ടുപോകാൻ പാടില്ല. സിനിമ കാണാൻ പാടില്ല, സീരിയൽ കാണാൻ പാടില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സീരിയലിന്റെ ലോകത്തേക്ക് പോകാൻ പാടില്ല. സിനിമയുടെ ലോകത്തേക്ക് കണ്ണ് കൊണ്ടുപോകാൻ പാടില്ല. പാതിരാത്രി സമയത്ത് അശ്ലീലമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ട് രാത്രികളെ മോശത്തരമാക്കാൻ പാടില്ല. നമസ്കാരം കൊണ്ട് നിങ്ങൾ രാത്രികളെ ജീവസുറ്റതാക്കണേ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതി പറയുകയാണ്, പ്രിയപ്പെട്ടതാകുന്ന സമുദായത്തിലെ സ്ത്രീകളോട്, പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസിനികളോട് പറയണേ, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, കണ്ണുകളെ സൂക്ഷിക്കണേ. അന്യരായ പുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട് കണ്ണുകളെ കാക്കണേ, കാക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. അൻ ഉമ്മി സലമത റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത് കുന്തു ഇൻദ റസൂലില്ലാഹ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഞാൻ ഇരിക്കുമ്പോ വഇൻദഹു മൈമൂനത, റസൂലുള്ളാഹിയുടെ ചാരത്ത് മൈമൂന എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയും കൂടിയുണ്ട്. റസൂലുള്ളാഹിയുടെ രണ്ട് ഭാര്യമാരാണ് ഉമ്മു സലമ, മൈമൂന. ഉമ്മു സലമ, മൈമൂന റളിയല്ലാഹു അൻഹ ഒക്കെ പറഞ്ഞു. നിങ്ങൾ ആരും പഠിക്കണ്ട. സരിത കേൾക്കുമ്പോ ഒരു തക്ബീർ അല്ലേ? സഹാബിയത്തിന്റെ പേര് പറയുമ്പോ അനക്കമില്ല. നമ്മുടെ അവസ്ഥ. നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. റസൂലുള്ളാഹിയുടെ പേര് വെക്കുമ്പോ സലാത്ത് ഇല്ല, സഹാബത്തിന്റെ പേര് വെക്കുമ്പോ റളിയല്ലാഹു അൻഹു ഇല്ല. ഈ ബഹുമാനം കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. വാപ്പ കടന്നു വരുമ്പോ മക്കൾ എണീക്കോളേ. ഇല്ലേ, വാപ്പ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള പീസൊക്കെ തിന്നിട്ട് മക്കൾ മാറി കിടക്കും. അപ്പൊ വരുമ്പോ ഒന്നും ഉണ്ടാവില്ല, കരച്ചട്ടി വടിച്ചോണ്ട് കിടക്കുക. ഇതാ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മക്കൾ. എന്നാ എന്റെ വാപ്പ കഴിച്ചിട്ടില്ല മോനോട്, ആ പീസിങ് മാറ്റി അത് മക്കളും എല്ലാം ചെയ്യും. അപ്പൊ കഴിച്ചിട്ടില്ല, അന്നേരം ചോട്ട് ആ പീസ് കൊണ്ട് കന്നാടി അപ്പ കഴിക്കുന്നു. ഇങ്ങനെ തന്നെ അങ്ങേരം തന്നെ കഴിക്കുന്നത്. കുറച്ചാളൂടെ കഴിയുമ്പോൾ പോകാനുള്ളേ. ഇതാണ് നമ്മുടെ മക്കള്. എന്താ കാര്യം? വാപ്പ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ മക്കൾ ബഹുമാനിക്കും? ഇതൊക്കെ വളരെ വേദനയോടെ പറയാണ്. നമ്മൾ അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് ബഹുമാനം കൊടുക്കണം. നമ്മുടെ പൂർവികർ ചെയ്തത് അതാണ്. വാപ്പയെ കാണുമ്പോൾ മക്കൾ എണീറ്റ് നിൽക്കട്ടെ. വാപ്പ കഴിക്കുന്നതിന് മുമ്പ് മക്കള് കഴിക്കാതിരിക്കട്ടെ. വാപ്പയോടൊപ്പം ഭക്ഷണം കഴിക്കട്ടെ. വാപ്പ വിളിക്കാണ്, മോനെ ഇവിടെ വന്നിരിക്കൂ. അങ്ങനെ കുടുംബാദികൾ ഒന്നിച്ച് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു പിടി ഭക്ഷണം വാരി കൊടുക്കുന്ന ഒരു ഭർത്താവ് നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടോ? നമ്മുടെ വാപ്പയമ്മ അങ്ങനെ ചെയ്യുന്നതായിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനെന്താ മടി കാണിക്കുന്നു? ഭക്ഷണം നടുറോഡിൽ നിന്ന് കൊടുക്കാനല്ല പറയുന്നത്, നടുറോഡി വെച്ച് ചുംബന കൊടുക്കാൻ ഇവിടെ ആരും പറയുന്നില്ല. തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക്, പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു പിടി ഉരുള വാപ്പ വാരി കൊടുക്കുന്നു, ഉമ്മ തിരിച്ചിങ്ങോട്ട് കൊടുക്കുന്നു. എന്ത് രസമായിരിക്കും, മക്കൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവരുടെ ജീവിതം സന്തുഷ്ടമാകട്ടെ. സന്തോഷകരമല്ലേ അതൊക്കെ? ഇത് കണ്ടത് എപ്പോഴാണ്? വാപ്പ ചീത്ത വിളിക്കുന്നത്, തെറി വിളിക്കുന്നത് കറക്റ്റ് മക്കൾ കണ്ടിട്ടുണ്ട്, വേറൊന്നും കണ്ടിട്ടില്ല. മക്കൾ കണ്ടത് അതാണ് കറക്റ്റ് ആയിട്ട്. വാപ്പ കരണക്കുറ്റി നോക്കി അടിക്കുന്നത് ശരിക്കും മകൻ കണ്ടേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുത്തോളി നിങ്ങൾ. عن أم سلمة رضي الله عنها أنها قالت അള്ളാന്റെ റസൂലിന്റെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുമ്പോ വൈന്ദഹു മൈമൂന, റസൂലുള്ളാഹിയുടെ ചാരത്ത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയുമുണ്ട്. ഞങ്ങൾ രണ്ടാളുകളും അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് കടന്നു വരുന്നത് ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം,
മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം അവിടേക്ക് കടന്നു വന്നുപോയി. ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോടായി പറഞ്ഞു, യഹ്തജിബാ മിൻഹു ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും എത്രയും പെട്ടെന്ന് അകത്തേക്ക് മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ തന്നെ ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, നബിയേ എന്തിനാണ് ഞങ്ങൾ മറഞ്ഞു നിൽക്കേണ്ടത് നബിയേ? അലൈസ ഹുവ അമാ ലാ യുബസിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ ആ കടന്നു വരുന്നതായ ഇബ്നു ഉമ്മി മക്തൂം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, അന്ധനായ വ്യക്തിയല്ലയോ? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ആ മനുഷ്യൻ വന്നുകൊണ്ട് അവിടുത്തെ ആവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ആ മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ലല്ലോ. ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, ആ മനുഷ്യൻ ഞങ്ങളെ എങ്ങനെ കാണാനാണ്, ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയാനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാര് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് തിരിച്ചു ചോദിക്കുകയാണ്, മറുപടി കൊടുക്കുന്നത് ഒരു ചോദ്യത്തിലൂടെയാ. എന്റെ ശബ്ദം ശ്രവിക്കുന്നതായ കോട്ടറക്കോണത്തുള്ള നിവാസികളെ, വിശ്വാസികളെ, ഉപ്പമാരെ, ഓ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്നു കൊണ്ട് അന്യരായ വ്യക്തികളോട് സംസാരിക്കാനും കൊഞ്ചിക്കൊള്ളാനും താല്പര്യപ്പെടുന്നതായ പെണ്ണുങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നത്. റസൂലുള്ള തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് പറയുകയാണ്, കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ കടന്നു വന്നപ്പോ വീടിനകത്തേക്ക് പോകുക എന്ന് പറഞ്ഞ എന്നോട് ആ മനുഷ്യൻ ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ എന്ന് ചോദിച്ച നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട് ഉമ്മു സലമ, എനിക്ക് ചോദിക്കാനുണ്ട് മൈമൂന. അഫം യാവാനി അൻതുമാ അലസ്തുമാ തുബസിറാനിഹി. ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളെയും ആ കണ്ണ് കാണാത്ത മനുഷ്യൻ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അങ്ങോട്ട് കാണുകയില്ലയോ? നിങ്ങളുടെ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് അകത്തേക്ക് പോകണേ. ഇഹ്തജിബാ മിൻഹു, വാചകമടിക്കാതെ അകത്ത് പോയി മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മീൻകാരം വരുമ്പോഴും പാൽക്കാരം വരുമ്പോഴും എന്തിനേറെ പറയുന്നു, റോഡിന്റെ മുന്നിലൂടെ അയൽവക്കത്തുള്ളവർ ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ, സിസ്പായ്ക്കുള്ള ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ അവന്റെ മുന്നിൽ വന്നുകൊണ്ട് കൊഞ്ചിക്കൊള്ളുക താല്പര്യപ്പെടുന്ന ഉമ്മമാരില്ലയോ, താല്പര്യപ്പെടുന്ന പെണ്ണുങ്ങളില്ലയോ? ആ ബന്ധം പിന്നീട് കൂടുതലാവുകയല്ലോ, പിന്നീട് വഷളാവുകയല്ലയോ? പ്ലസ് ടുവിന് പഠിക്കുന്നതായ മകന്റെ കൂട്ടുകാരനോടൊപ്പം ഒളിച്ചോടിയ മുസ്ലിം അംഗമാര് ഈ കേരള ദേശത്തില്ലയോ? 35കാരിയായ പെണ്ണ്, 40 വയസ്സുള്ളതായ ഉമ്മ, 43 വയസ്സുള്ളതായ തള്ള, അവരൊക്കെയും തന്നെ ഒളിച്ചോടിയില്ലയോ? അതുകൊണ്ട് ഭയപ്പെടണേ, അതുകൊണ്ട് ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഗൗരവമുള്ള വിഷയമായി മനസ്സിലാക്കണേ. അഴിഞ്ഞാടാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിടരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നീ ലഉബഗിദുൽ മർആ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ. ആരാണ് പറയുന്നത് സഹോദരാ? ആരാണ് പഠിപ്പിക്കുന്നത് സഹോദരാ? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗം
ത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്ത് വരാനിരിക്കുന്ന മാനവരാശികൾക്ക് മുഴുവനും മാർഗദർശനം കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്യമാ ഇന്നി ലഉബഗിദുൽ മർആ, ഒരു പെണ്ണിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യമാ. ഏത് പെണ്ണാണ് സഹോദരങ്ങള്? ഏത് പെണ്ണെന്നറിയുമോ ഉമ്മമാരെ? തഖറുജു മിൻ ബൈതിഹാ, അവൾ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഇറങ്ങുന്നവളാണ്. പർച്ചേസ് എന്ന പേരിൽ ഇറങ്ങുന്നവളാണ്. അതേ വിവാഹ സൽക്കാരത്തിന്റെ പർച്ചേസ് എന്ന പേരിൽ അവൾ ചാടി ഇറങ്ങി വീട്ടിൽ നിന്ന് അന്യരാകുന്ന ചെറുപ്പക്കാരോടൊപ്പമോ വിവാഹബന്ധം നിഷിദ്ധമാകാത്ത വ്യക്തികളോടൊപ്പമോ ഇറങ്ങി പുറപ്പെടുന്നവളാണ്. അവളുടെ തുണിയുടെ കോന്തല് നിലത്തൂടി വലിച്ചടച്ചുകൊണ്ട് നടക്കുന്നവളാണ്. അഥവാ അവൾ പോകാത്ത വഴികളില്ല, അവൾ നിൽക്കാത്ത ഊടുവഴികളില്ല, അവൾ സഞ്ചരിക്കാത്ത പാതയങ്ങളില്ല, അവൾ പോകാത്തതായ സ്ഥലങ്ങളില്ല, അവൾ പോകാത്തതായ ഷോപ്പിംഗ് മാളുകളില്ല. എല്ലാ ഷോപ്പിംഗ് മാളുകളിലും കറങ്ങി നടന്നുകൊണ്ട് കടകപ്പോളങ്ങൾ തെണ്ടി നിറങ്ങുന്ന ലോകം കണ്ട ഏറ്റവും അതപ്പതിച്ച പെണ്ണായവൾ മാറുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി ലഉബഗിദുഹാ, എനിക്ക് അവളെ കണ്ണിൽ കാണണ്ട. അവൾ മോശപ്പെട്ടവളാണ്, അവൾ തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന വ്യക്തികളിൽ അല്ലാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചനം നമുക്ക് അനിവാര്യമാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഇവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെയാ സഹോദരങ്ങളെ നമ്മൾ പിൻപറ്റേണ്ടത്? ആരെയാ നമ്മൾ പിടിക്കേണ്ടത്? ഒരൊറ്റ ചരിത്രം പറഞ്ഞ് സദസ്സ് പിരിയാണ്. നിങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് അല്ലേ? ഇല്ലേ, ഉറക്കം വരുന്നില്ല? എവിടെ? ചുമ്മാ പറയും. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ മഹൽ വനിതയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ. അവർക്കാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മമാർ എന്നാണ് അറിയപ്പെടുന്നത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആരാണ്? റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. നമുക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേര് മുഴുവൻ ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. മക്കളുടെ പേര് ചോദിച്ചാൽ താഴോട്ട് ഇരിക്കും അല്ലേ? പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുമോ? വെല്ലുവിളിക്കുന്നു. ഈ സദസ്സിൽ പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്ന ആരുണ്ട്? വെറുതെ എണീക്കണ്ട, പണി കിട്ടും. അതാണ് അവസ്ഥ. മുത്തല്ലിമീങ്ങളുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അതുപോലെ കാരണവന്മാരും ഉണ്ട്, അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുണ്ട്, അതുപോലെ ഈ മഹൽ നിവാസികളുണ്ട്. അവരുടെ കാര്യമല്ല പറയുന്നത്. പിന്നെ ആരുടെ കാര്യം ഉസ്താദേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും ഒരു വിഷമം വരുമല്ലോ. അതുകൊണ്ട് പറയുന്നത് മനസ്സിലായി? നമ്മളിതൊന്നും പഠിക്കുന്നില്ല. നമ്മൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന എന്താ? മലയാള മനോരമ പത്രത്തിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്. മറ്റേ വാരിക ഉണ്ടല്ലോ, അതുപോലെ മംഗളം വാരിക. ഇതൊക്കെ നമ്മൾ മക്കൾക്ക് നാന. മക്കൾ പറഞ്ഞു വിടുക, വാപ്പാ നാന വേണോ തിരിച്ചു വരുമ്പോ. പണ്ട് മാങ്ങ വേണമെന്ന് പറഞ്ഞു, ഇപ്പൊ ഞാന വേണമെന്ന് പറയുന്നത്. വാങ്ങിക്കൊടുക്കാണ് വാപ്പ. സ്നേഹിക്കുക മക്കളെ. മക്കൾ പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുക. ഒരു ഇസ്ലാമിക പുസ്തകം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിയെ പരിചയപ്പെടുത്തുന്ന, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പരിശുദ്ധ റമളാൻ വരുന്നു, മോളെ ഇനി ഇത് പഠിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നീ പഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രായപൂർത്തിയെത്തിയ മകൾക്ക് ഒരു പുസ്തകം, നല്ല പ്രിയപ്പെട്ട മകന് നന്നാവാൻ വേണ്ടി വിളിച്ചിരുത്തിയൊരു ഉപദേശം നമ്മുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ടോ? അതെങ്ങനെയാ? അതിന് സമയം കിട്ടണ്ടേ? നമുക്ക് കാജാ ബീഡി വലിച്ച് തീർക്കാൻ തന്നെ സമയമില്ല ഇവിടെ. പിന്നെ മകന് പുസ്തകം കൊടുക്കാൻ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പാക്കറ്റ് വിൽസും കൂടെ വാങ്ങി വലിക്കായിരുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ മക്കൾ നമുക്കെതിരെ നാളെ സാക്ഷി നിൽക്കും. ഈ മക്കൾ നാളെ നമുക്കെതിരെ സാക്ഷി നിൽക്കും. അള്ളാഹിന്റെ ഖുർആൻ പറയുന്നുണ്ടല്ലോ, മക്കൾ നാളെ പടച്ചറബിന്റെ കോടതിയിലെത്തിട്ട് പറയും, പടച്ചറബേ ഇവരാണ് എന്നെ നാശത്തിലേക്ക് നയിച്ചത്, ഇവരാണ് നാശത്തിലേക്ക് നയിച്ചത്. ഇവരെന്നെ ദീൻ പഠിപ്പിച്ചില്ല, മദ്രസയിൽ പറഞ്ഞ കൃത്യസമയത്ത് വിട്ടില്ല, മദ്രസയിൽ പോയിട്ട് വന്ന എന്നോട് ഖുർആൻ എടുത്ത് വെച്ച് ഓതെന്ന് പറഞ്ഞിട്ടില്ല, സ്കൂളിലേക്ക് പോ, മദ്രസയിലേക്ക് പോകാതെ തന്നെ നീ ട്യൂഷന് പോ, മദ്രസയിൽ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്കൂളിൽ പൊയ്ക്കോ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് നാളെ മക്കൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ വെച്ച് പറയും. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് മക്കളെ എറിയാൻ വേണ്ടി നിന്ന റബ്ബ് നിങ്ങളെ പിടിച്ചെറിയുന്ന ഒരവസ്ഥാവിശേഷം കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വലിയ വിഷയം അതൊക്കെ. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മാതാപിതാക്കൾ ഇന്ന് അറിയുന്നില്ല, അവർക്ക് വേണ്ടി ആ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കുന്നത്. പക്ഷെ ആ മക്കൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ മാതാപിതാക്കൾക്കെതിരെ നിലകൊള്ളും, അവരെ ദീനനുസരിച്ച് വഴി നടത്തിയിട്ടില്ല എങ്കിലെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാം, വസ്ത്രധാരണ രീതി എങ്ങനെ വേണം ഒരു പെണ്ണിന്റെ, ഒരു ഇസ്ലാമിലെ ഒരു സ്ത്രീയുടെ, ഒരു മങ്കയുടെ, ഒരു ഉമ്മയുടെ വസ്ത്രധാരണ രീതി എങ്ങനെയാവണം കണ്ടുപഠിക്കേണ്ടത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത് كنت أدخل بيت الذي دفن فيه رسول الله. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, അവിടുന്ന് വഫാത്തായി പോയി. എന്റെ സ്വന്തം വീട്ടിലാണ് അവിടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അള്ളാന്റെ റസൂലിന് അടക്കം ചെയ്തിരിക്കുന്നത് എന്റെ സ്വന്തം വീട്ടിലാണ്. ആയിഷ സിദ്ദീഖ പറയുകയാ, ആ വീട്ടിലേക്ക് ഞാൻ സിയാറത്തിന് വേണ്ടി പോകാറുണ്ടായിരുന്നു. സിയാറത്ത് പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, സുചരിതരായ മഹത്തുക്കൾ, അവരുടെ മഖബറുകൾ പോയി സിയാറത്ത് ചെയ്യൽ പുണ്യമുള്ളതാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിക്കും. ഒരുപാട് ഹദീസുകളുണ്ട്, ഈ ഹദീസും വിരച്ചു കൊണ്ടുന്നതിലേക്കാണ്. അപ്പൊ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഖബർസ്ഥാനിലേക്ക്, ശ്മശാനത്തിലേക്ക്, അവിടുത്തെ സവിധത്തിലേക്ക് ഞാൻ പോകാറുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിലാണ് അടക്കിയിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും അടക്കം ചെയ്തിരിക്കുന്നത് ആ ഭൂമിയിലത്രേ. അപ്പോഴൊക്കെ ഞാൻ കടന്നു ചെല്ലുമ്പോ എന്റെ ശരീരം മുഴുവനും ഞാൻ നല്ലതുപോലെ മറച്ചിട്ടുണ്ടാവുകയില്ല. അഥവാ കടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പയാ. ഉപ്പയുടെയും ഭർത്താവിന്റെയും മുന്നിൽ എനിക്ക് മുഖം കാണിക്കാം, കൈ കാണിക്കാം, എനിക്ക് തല കാണിക്കാം, പിരടി കാണിക്കാം, എനിക്ക് കണങ്കാല് വരെയുള്ള അവയവങ്ങൾ കാണിക്കാം. ആ രീതിയിലൊക്കെ ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. മുഖം കാണിച്ചു കൊണ്ട് പോയിട്ടുണ്ട്, തല വെളിവാക്കി കൊണ്ടുപോയിട്ടുണ്ട്, മുടി കാണിച്ചു കൊണ്ട് പോയിട്ടുണ്ട്, കണങ്കാല് ചിലപ്പോൾ വരെ വെളിവായിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവിടേക്ക് കൊണ്ടുവന്ന് അടക്കം ചെയ്തപ്പോ ഒന്നാമത്തെ ആളാരാണ്? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, മറ്റൊന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്റെ ഉപ്പയാണ്. ആദ്യമായിട്ട് അവിടെ കൊണ്ട് അടക്കം ചെയ്ത് റസൂലുള്ളയാണ്. റസൂലുള്ള എന്റെ പ്രിയപ്പെട്ട ഭർത്താവുമാണ്. പക്ഷേ ഫലമ്മാ ദുഫിന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അടക്കിയതിന് ശേഷം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫവല്ലാഹി ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ജഗന്നിയന്താവായ, പരിപാലകനായ, സർവേശ്വരനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൽ സംഹാരകർത്താവായ, ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനായ, അതേ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ മഴക്കിക്കൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ, സർവേശ്വരനുണ്ടല്ലോ, സർവാധിപതിയുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ആയിഷ സിദ്ദീഖ പറയുകയാണ്,
ദഖൽതു ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ സിയാബി. ഞാൻ എന്റെ ശരീരം മുഴുവനും മൂടി പുതച്ചിട്ടല്ലാതെ, കരിമ്പടം കൊണ്ട് പുതച്ചിട്ടല്ലാതെ പിന്നെ സിയാറത്തിന് പോയിട്ടേ ഇല്ല. സിയാറത്ത് പുണ്യമുള്ളതാണ്, മഹത്വമുള്ളതാണ്. പക്ഷേ പോകേണ്ട രീതിക്ക് പോകണേ. ഇന്ന് ഭീമാ പള്ളിയിലേക്ക് ടൂർ പോകുന്നത് പോലെ സിയാറത്തിന് പോകുന്നതായ ഉമ്മമാരുണ്ട്. നിങ്ങൾ ഏർവാടിയിലേക്ക് പോയാലും ഭീമാ പള്ളിയിലേക്ക് പോയാലും മമ്മൂട്ടിയുടെ മായാവി എന്ന സിനിമ ഇട്ടുകൊണ്ട് കൈകൊട്ട് പാട്ടും പാടിയിട്ട് വീഡിയോ കോച്ചിനകത്തിരുന്നു കൊണ്ട് സിയാറത്തിന് പോകുന്ന ഉമ്മമാരെ അന്യപുരുഷന്മാരോടൊപ്പം തോളത്ത് കൈയോങ്ങിക്കൊണ്ട് ഏതെങ്കിലും എക്സ്കർഷന് പോകുന്നത് പോലെ നിങ്ങൾ സിയാറത്തിന് പോകരുതേ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ അടങ്ങിയിരിക്കുന്ന മഹത്തുക്കളുടെ ജീവിതം സംശുദ്ധമാണ്. അവരുടെ ഭാര്യമാര് മക്കൾ അണിഞ്ഞിരുന്നത് പോലെയുള്ള വസ്ത്രധാരണമല്ല നിങ്ങൾ നടത്തുന്നത്. ശരീരത്തിന്റെ പൊക്കിൾ കൊഴിയും, ശരീരത്തിൻ്റെതാകുന്ന അടിവയറിൻ്റെതാകുന്ന മടക്കുകളും അതേ തുടയുടെ ഭാഗങ്ങളും ശരീരത്തിന്റെ അംഗലാവണ്യവും ആകാര സൗഷ്ഠവും തുറന്നിട്ട് കൊണ്ട് പോകുന്നതായ പെണ്ണേ, നിന്റെ ശരീരം മുഴുവനും നാളെ കത്തിച്ചലിക്കുന്നതായ നരകത്തിന്റെ വിറകുകൊള്ളികളാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലോകത്തിലെ പെണ്ണിന് ഏറ്റവും വലിയ മാതൃകയുണ്ടെങ്കിൽ അത് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിലാണ്. ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് അവർ ലോകത്തോട് ഉണർത്തുകയാണ്. ആയിഷ സിദ്ദീഖ പറയുകയാണ്, അള്ളാന്റെ റസൂലും എന്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ സവിധത്തിലേക്കും എന്റെ സ്വന്തം വീട്ടിൽ തന്നെ അടക്കിയിരുന്ന അവരുടെ സവിധത്തിലേക്ക് തലമറയ്ക്കാതെ ഞാൻ സിയാറത്തിന് പോയിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടെ കൊണ്ടുവന്ന് അടക്കിയപ്പോ ഒരു സ്വഹാബി വര്യനാണ്, പക്ഷേ എനിക്ക് അന്യനാണ്. സ്വഹാബി വര്യനാണ്, പക്ഷേ എനിക്ക് അന്യനാണ്. അമീറുൽ മുഅ്മിനീനാണ്, പക്ഷേ എനിക്ക് അന്യനാണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്, പക്ഷേ എനിക്ക് അന്യനാ. അതുകൊണ്ട് ശരീരം മുഴുവനും മൂടിപ്പതച്ചിട്ടല്ലാതെ പിന്നെ അവിടേക്ക് ഞാൻ സിയാറത്തിന് പോയിട്ടില്ല എന്ന് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ ലോകത്തോട് പറഞ്ഞെങ്കിൽ കോട്ടറക്കോണത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് എവിടേക്ക് പോയാലും സിയാറത്തിനാകട്ടെ, ഹോസ്പിറ്റലിലേക്കാകട്ടെ, കല്യാണത്തിനാകട്ടെ, ഏത് സ്ഥലത്തേക്ക് നിങ്ങൾ പോയാലും ശരീരം മുഴുവനും മൂടിപ്പതച്ചിട്ടല്ലാതെ, മറച്ചിട്ടല്ലാതെ, അള്ളാനെ പേടിച്ചിട്ടല്ലാതെ പോകരുതേ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ നരകമായിരിക്കും നമുക്ക് മുന്നിൽ തരിക. നരകം എന്താ സഹോദരങ്ങളെ? നരകം എന്താ? നിങ്ങൾ ആ CD വാങ്ങി കേൾക്കുക. ഞാൻ വെറുതെ പറയല്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്തെ കിറാം വന്നുകൊണ്ട് ചോദിച്ചു, റസൂലുള്ളാഹ്, ഞങ്ങൾക്ക് നരകത്തിന്റെ ഏറ്റവും വലിയതാകുന്ന ശിക്ഷയെന്ന് പറഞ്ഞതാ. നരകത്തിന്റെ ഏറ്റവും വലിയതാകുന്ന ശിക്ഷയെന്ന് പറഞ്ഞു തരിക. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഞാൻ നിർത്താൻ പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ സ്വഹാബത്തെ കിറാമിനോട് പറഞ്ഞു, ഏറ്റവും വലിയ നരകത്തിന്റെ ശിക്ഷ നിങ്ങൾക്ക് പറഞ്ഞു തരൽ നല്ലതല്ല. കാരണം അത് കേൾക്കാനുള്ള കാതുകൾ, അത് താങ്ങാനുള്ള മനസ്സ് നിങ്ങൾക്കില്ല. നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾക്ക് പറഞ്ഞു തന്നാ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ പറയാം. അള്ളാന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, നരകത്തിന്റെ ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ അള്ളാന്റെ റസൂൽ എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹാബത്തെ കിറാം പറഞ്ഞു, ശരി നബിയേ, ആ നരകത്തിലെ ചെറിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും ഞങ്ങളുടെ ഹൃദയത്തിനൊരു സമാധാനം കൊള്ളാൻ ആ നരകത്തെ കുറിച്ചൊന്ന് പറകൊള്ളാ. നരകം കേൾക്കുമ്പോഴൊന്ന് പേടി വരാ. അതിലൂടെ നിന്റെ റബ്ബിനെ ഒന്ന് സ്മരിക്കാ, ഞങ്ങളുടെ നമസ്കാരങ്ങളൊന്ന് ശരിയാക്കാ, ഞങ്ങളുടെ നോമ്പുകളൊന്ന് റെഡിയാക്കാ, ഞങ്ങളുടെ സക്കാത്തുകളൊന്ന് സംശുദ്ധമാക്കാ. ഞങ്ങളിൽ പണമുള്ളവർക്ക് പടച്ച റബ്ബിന്റെ സവിധത്തിലേക്ക് അഥവാ കഅബത്തുൽ മുശറഫയുടെ സവിധത്തിലേക്ക് ചെന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ ഉപകരിക്കുന്ന രീതിയിൽ നരകത്തെ ഒന്ന് പരിചയപ്പെടുത്തണേ എന്ന് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് നരകത്തിന്റെ ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ലോകത്തിന്റെ തമ്പുരാൻ അള്ളാന്റെ റസൂൽ
റസൂൽ ഉണർത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുവാണ്, ഇന്നഹു വനഖലിന്നാരി അദാബാ. സ്വഹാബത്തേ സാബത്തേ, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹൂനാലാനി വശറാഖാൻ, മല്ലഹൂനാലാനി വശറാഖാൻ. രണ്ട് ചെരുപ്പുകൾ നൽകുകയാണ്. ഹവായി ചെരുപ്പ് പോലെ രണ്ട് വാറുകളുള്ള നരകത്തിനാലുള്ള ചെരുപ്പ് തീയാലുള്ള ചെരുപ്പാണത്രേ. തീയാലുള്ള ചെരുപ്പാണത്രേ. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ പടയ്ക്കപ്പെട്ടതായ ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് ചെരുപ്പുകൾ മനുഷ്യന്മാർക്ക് സൈതം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് നരകവാസികൾക്ക് ഏറ്റവും ചെറിയ ശിക്ഷയായി പരിചയപ്പെടുത്തുമേ. വസ്ത്രം ധരിക്കുന്ന യുവാക്കളെ, പാൻസ് കൊണ്ടുവന്ന് ടൈറ്റുള്ള ബൂട്ട്കെട്ട് ജീൻസ് കൊണ്ടുവന്നിട്ട് നിന്റെ ചെരുപ്പിന്റെ അടിയിലേക്ക് തേച്ചു വെക്കുന്നവരെ, ലോകത്തുള്ള സർവ്വ സ്ഥലങ്ങളിലും കടകമ്പോളങ്ങൾ നിറങ്ങിയിട്ട് സർവ്വ നജീസുകളും നജസുകളും വറ്റിച്ചിട്ട് അതുമായി മുസല്ല എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയുടെ മെഹ്റാബിന്റെ ഒന്നാമത്തെ സഫിലേക്ക് ആ മണ്ണുകളും ചേറുകളും ചെളികളുമായി നജസുകളുമായി കടന്നു വരുന്നവരെ, മുസല്ലയിൽ കൊണ്ടുവന്ന് പുരട്ടുന്നവരെ, നമസ്കാരം നശിപ്പിക്കുന്നവരെ, ആ രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കളങ്കാനിന് താഴോട്ട് വസ്ത്രം ധരിക്കുന്നതായ വ്യക്തികളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നിങ്ങളുടെ കാലിൽ നാളെ പടച്ചിറപ്പ് ധരിപ്പിന്റെ ഏറ്റവും ചെറിയതാകുന്ന ശിക്ഷ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ മോശത്തരമാണ് മുസൽമാന്റെ മക്കളിൽ മുണ്ട് നിലത്തൂടി വലിച്ചു കഴിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്, പാൻസ് നിലത്തൂടി വലിച്ചു കഴിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത്. പെണ്ണുങ്ങളെ കുറിച്ചല്ല, അത് പെണ്ണുങ്ങൾക്ക് അനുവദനീയമാണ്. അവൾ പോകുന്ന സ്ഥലത്ത് പോലും അവൾ ഏതു വഴിയാണ് നടന്നു പോയതെന്ന് പോലും അറിയാത്ത നിലയ്ക്ക് വസ്ത്രം താഴേക്ക് വലിച്ചഴിച്ചു കൊണ്ട് നടക്കട്ടെ, അത് നല്ലതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ പുരുഷന്മാര് കണങ്കാലിന് താഴോട്ട് വരാത്ത രീതിയിൽ വസ്ത്രം ധരിക്കണേ, വസ്ത്രം ധരിക്കണേ. അല്ലാത്തവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നഹു വനഖലിന്നാരി അദാബാ. നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹൂനാലാനി വശറാഖാൻ. രണ്ട് ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പുകൾ അവന് ധരിപ്പിക്കുമേ, ധരിപ്പിക്കുമേ. അത് തീനാലുള്ള ചെരുപ്പാണ്. ആ ചെരുപ്പങ്ങിട്ട് കഴിഞ്ഞാൽ അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ കിറാം പൊട്ടിക്കരഞ്ഞു പോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലിൽ മിർജലു. കറി വെക്കുന്ന ചട്ടിയിലേക്ക് എണ്ണയൊഴിച്ചിട്ട് ആ എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുകിടുമ്പോ ആ കടുക് പൊട്ടിത്തെറിക്കുന്നത് പോലെ അവന്റെ തലച്ചോറും അതിനുള്ള അസ്ഥിപഞ്ചരങ്ങൾക്ക് മുഴുവനും പൊട്ടിത്തെറിക്കുമത്രേ, പൊട്ടിത്തെറിക്കുമത്രേ ആ ചെരുപ്പിന്റെ ചൂടിനാലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അള്ളാന്റെ ദീനിന് വേണ്ടി, പടച്ച റബ്ബിന് വേണ്ടി, മജ്‌ലിസിന് വേണ്ടി ചോദിക്കുകയാണ്. ആദ്യമായിട്ട് ആരാണ് അള്ളാന്റെ ദീനിന് വേണ്ടി നല്ല സംഭാവന നൽകുന്നത്? നല്ലൊരു സംഭാവന ഏത് സഹോദരനാ ഇൻഷാ അല്ലാഹ് നൽകുന്നത്? സാമ്പത്തികമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. സാമ്പത്തികത്തിന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പ തഴവ ഉസ്താദ്, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വെച്ചുകൊണ്ട് പറയാറുണ്ട്, ലാ ഹൗല എന്ന ലേഹ്യം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? കഴിക്കാന്ന് പറഞ്ഞാൽ ചെല്ലുക എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഭാഷ്യമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. 101 വട്ടം എല്ലാ ദിവസവും ചെല്ലണം. എങ്ങനെ ചെല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ഉമ്മമാരും സഹോദരങ്ങളും അത് ചെല്ലട്ടെ. സാമ്പത്തികം അടിക്കടി വരും. ഇന്ന് ലോകം ഇന്ന് മനുഷ്യനെ സാമ്പത്തിക സ്കെയിലിട്ടളക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം വളരെ അനിവാര്യമാണ്. സാമ്പത്തികമില്ലാതെ നമുക്കൊരു മേഖലകളും പിടിച്ചിരിക്കാൻ പറ്റൂല. പക്ഷെ സാമ്പത്തികം കൂടുമ്പോൾ റബ്ബിനെ മറക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും പല ആളുകളുടെ മനസ്സിൽ പടച്ച റബ്ബേ എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ ഞാനതിനെ സഹായിക്കുമായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, പലരും ചെല്ലുന്നുണ്ടാവും. പക്ഷെ 101 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചേർത്തുകൊണ്ട് വാവും കൂടി ചേർത്ത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അനസല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാമ്പത്തികം ഉണ്ടാവും. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ടാ തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ചൊല്ലലാ ഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ടാ തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ.